ചേച്ചി ദേ വീട്ടിലേക്ക് നിൽക്കാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനും വന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തതാണ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ചേച്ചിക്ക് അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ ഫറോക്കിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ദൂരെ അവിടേക്കുള്ളൂ. അപ്പോൾ ദേ ഇതാണ് നമ്മളെ ഫറോക്ക് പാലം. പുതിയ പാലമാണിത്. ഇതുപോലെ തന്നെ ഒരു പഴയ പാലം ഉണ്ട് കേട്ടോ. നൈറ്റ് ഈ റൂട്ടിന് പോകുമ്പോൾ ഒരു നല്ല വൈബാണ് കേട്ടോ. അതായത് രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് ഓണായിരിക്കും. അതുപോലെ തന്നെ റെയിൻബോ കളറിലുള്ള തൂണുകളാണ് രണ്ട് സൈഡിലുള്ളത്. അപ്പോൾ ദേ അങ്ങനെ നമ്മളിതാ ഫറോക്ക് അങ്ങാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഫറോക്ക് അങ്ങാടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം ചെരുപ്പാണ് എടുക്കാൻ പോകുന്നത്. ചേച്ചി പറഞ്ഞു അമ്മയ്ക്ക് ചെരുപ്പ് എടുക്കണമെന്ന്. അപ്പോൾ ദേ കാഷ്വലായിട്ട് ഇടാൻ പറഞ്ഞ ഒരു ചെരുപ്പ് ദേ ഇവിടുന്ന് എടുത്തു. പിന്നെ അത് ഈ ഫാൻസിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ദേ ഇവിടെ ഇതൊരു ചെറിയ ഫാൻസിയാണ്, പക്ഷേ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ അടുത്താണ് നമ്മൾ മാമൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട്. അപ്പോൾ ദേ ഈ ഒരു ഐറ്റംസൊക്കെ കണ്ടില്ലേ, ഈ ചെറിയ സ്റ്റഡുകൾ. അപ്പോൾ ഇതിനൊക്കെ 5 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഫാൻസിനെ അപേക്ഷിച്ച് നോക്കണം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ വള കണ്ടില്ല, അതിന് 92 രൂപ. അങ്ങനെ ഒരു 100 രൂപേൻ്റെ ഉള്ളിൽ ഈ ഒരു ജോഡി വളകൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി ദേ ഈ വളകളൊക്കെ എടുത്തു കേട്ടോ. അവൾക്ക് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ദേ ഈ ഒരു താമരമാല കണ്ടില്ലേ, ഇതിനൊക്കെ 220 രൂപയാണ്. എനിക്ക് തോന്നുന്നു വേറെ സ്ഥലത്തൊക്കെ ഇതിലും റേറ്റ് ഉണ്ട്. അപ്പോൾ നല്ല അഫോർഡബിൾ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവളെ കൂടെ വന്നിട്ട് ഞാനും എടുക്കേണ്ടി വന്നു കേട്ടോ. അതായത് പൊതുവെ അങ്ങനെയാണല്ലോ, ഗേൾസിന് എപ്പോഴും ഫാൻസി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടി ചാടി വീണുകൂടുമല്ലോ. ഇതിപ്പം കണ്ട സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തപ്പോൾ ഏകദേശം 800 രൂപ കേട്ടോ. അവരൊരു 100 രൂപയൊക്കെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ പിന്നെ ചായക്കടി എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി ഇവിടെ കയറി. അങ്ങനെ ദേ ഒരു ചെറിയ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ.